അങ്ങനെ കുറേ നാള് കൂടി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് കുറച്ച് ചക്ക തന്നിട്ടുണ്ട്. ഇന്ന് ഈ ചക്ക വെച്ച് ഞാനൊരു കലക്ക് കലക്കും. ചക്കയുടെ കൂടെ കറി വെക്കാനായിട്ട് തലേന്ന് കണ്ടിച്ച് വെച്ച ഒരു 3-4 കഷ്ണം മീൻ മാത്രമുള്ളല്ലോ ബാക്കിയെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ മീൻകാരൻ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞ പ്രാച്ചിയായിട്ട് എത്തിയത്. പിന്നെ മീനും വാങ്ങി വെച്ച് ചക്കയിലോട്ട് അരപ്പിട്ട് സെറ്റാക്കി വെച്ചപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. ഇതാണ് ഐറ്റം. ഇതിൽ നമുക്കിങ്ങനെ നമ്മുടെ സ്പൂണ്, കത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെ ഇട്ടേക്കാതെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, യൂസ്ഫുൾ പ്രൊഡക്റ്റുമാണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. അതെന്താന്ന് വെച്ചാല് ഈ ചക്കപ്പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം പോകുന്ന വഴി അറിയത്തില്ല. ഇതൊരു കുഞ്ഞു പീസ് ചക്കയാണെങ്കിൽ ഇതിന്റെ ചവണിയും ചക്കക്കുരും ചോളയൊക്കെ മാറ്റി അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് തന്നെ വെപ്രാളം പിടിച്ച് മീൻ കണ്ടിച്ച് കയറി ഷടപടാന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ കുടമ്പുളിയിട്ട് മീൻ കറി അങ്ങ് അടുപ്പിലാക്കി. പിന്നെ ഇപ്പൊ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടിയെന്ന് വിചാരിച്ച് തലേന്ന് കണ്ടിച്ച് വെച്ച മീനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അരച്ച് വെച്ച് അതങ്ങ് വറുക്കാനും വെച്ചു. അപ്പോഴേ ചക്കയും മീൻകറിയും കോമ്പോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. അപ്പൊ ഓക്കെ ബൈ.